പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. ദൈവവചന ശുശ്രൂഷകളിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഹെബ്രായ ലേഖനം 9-ാം അധ്യായം അതിൽ 28-ാമത്തെ തിരുലിഖിതം, അവൻ വീണ്ടും വരും, പാപപരിഹാരാർത്ഥമല്ല, തന്നെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. അവൻ വീണ്ടും വരും, പാപപരിഹാരാർത്ഥമല്ല, തന്നെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവികമായ അത്ഭുത ശക്തി പ്രവാഹം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ഹൃദയങ്ങളിലേക്ക് വ്യാപരിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ഇതുപോലെ വചനം ശ്രവിച്ചുകൊണ്ടിരുന്ന ആയിരക്കണക്കിന് ദൈവമക്കളുണ്ടായ അത്ഭുതങ്ങൾ ഇവിടെ രേഖാമൂലം ലഭിച്ചിട്ടുണ്ട്. 1-2 നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. എൻ്റെ പേര് നിമ്മി, കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് ഈ സാക്ഷി ഞാൻ എഴുതി അയക്കുന്നത്. ഞങ്ങൾ നാളുകളായി അഭിഷേകാഗ്നി പ്രോഗ്രാം കാണുന്നവരാണ്. 1.5 വർഷമായി എൻ്റെ മുഖം നിറയെ അലർജി മൂലം കാര പോലെയുള്ള കുരുക്കൾ വന്ന് നിറഞ്ഞിരുന്നു.
ധാരാളം പാടുകളുമായി ഞാൻ വിഷമിക്കുകയായിരുന്നു. നിരവധി ട്രീറ്റ്മെൻറ്റുകൾ എടുത്തിട്ട് എൻ്റെ മുഖത്തുള്ള കാര പോലുള്ള കുരുക്കൾക്ക് കുറവുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അഭിഷേകാഗ്നി പ്രോഗ്രാമിനെ കുറിച്ച് പറയുന്നതും അതിൽ ധാരാളം അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് ഞാൻ നേരിട്ട് കേൾക്കുകയും ചെയ്തത്. എന്തായാലും ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുമേൽ നിന്ന് എളിമയോടുകൂടെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എൻ്റെ മുഖത്ത് കാര പോലെ ഉണ്ടായിരുന്ന മുഴുവൻ കുരുക്കളും പൂർണ്ണമായി അപ്രത്യക്ഷമായി. എൻ്റെ ദൈവം എൻ്റെ മുഖത്തിൻ്റെ വൈരൂപ്യം എടുത്തു മാറ്റി എന്നെ അനുഗ്രഹിച്ച് എൻ്റെ യേശുവിന് ഞാൻ 1000 നന്ദി അർപ്പിക്കുന്നു. ഹല്ലേലൂയ. മറ്റൊരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് കുര്യൻ ഔസേബ് പണ്ടാരപ്പറമ്പിൽ. ഞാൻ കാസർഗോഡ് നിന്നാണ് ഈ സാക്ഷ്യം എഴുതി അറിയിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് തലകറക്കം ഉണ്ടാവുകയും ബാലൻസ് തെറ്റി വീഴാൻ പോകുന്നത് പോലെ അനുഭവം ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു. നാളുകളായി എൻ്റെ രോഗപീഠയായിരുന്നു ഇത്. എന്നാൽ അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് ഞാൻ ടീമിനോട് ചേർന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എൻ്റെ കർത്താവ് ഏപ്രിൽ മാസത്തിൽ അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് എന്നെ സുഖപ്പെടുത്തി. അതിനുശേഷം ഇന്ന് വരെ തലകറക്കമോ ബാലൻസ് തെറ്റി വീഴാൻ പോകുന്ന അവസ്ഥയോ എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന് യേശുക്രിസ്തുവിന്റെ നാമമഹത്വത്തിന് വേണ്ടി ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. കുര്യൻ ഔസേബ് പണ്ടാരപ്പറമ്പിൽ, ചുള്ളിക്കര, പടിമരുത് പിയോ, കാസർഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശുക്രിസ്തുവിന്റെ നാമത്തെ ഇപ്പോൾ വിളിക്കുക. ഓരോരുത്തരുടെ മേലും തൻ്റെ കാരുണ്യം വർഷിക്കുന്നതിൽ സന്തോഷിക്കുന്നവൻ കർത്താവ്. അവിടുന്ന് വിശുദ്ധ മാഗ്ദലിനോട് വെളിപ്പെടുത്തി, മനുഷ്യർ എന്നിൽ നല്ല കാര്യങ്ങൾ ആഗ്രഹിക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ്. അവർ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ അവർക്ക് നൽകും. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ നിമിഷം അങ്ങയുടെ അത്ഭുത ശക്തി ദൈവമക്കളുടെ മേൽ പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, കുടുംബങ്ങളിൽ വേദനയോടെ കരയുന്ന മക്കളെ അങ്ങ് കൈകൾ നീട്ടിയപ്പോൾ അനുഗ്രഹിക്കണമേ. പലതരത്തിലുള്ള ഭാരങ്ങളാലും രോഗപീഠകളാലും പല ഞെരുക്കങ്ങളാലും സങ്കടപ്പെടുന്ന എല്ലാ ദൈവമക്കളുടെ മേലും കുടുംബങ്ങളുടെ മേലും ദൈവത്തിൻ്റെ അത്ഭുത ശക്തി ഇപ്പോൾ പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസം മങ്ങിപ്പോയവർ, ആത്മീയ ഉണർവ് നഷ്ടപ്പെട്ടവർ, ആത്മീയ തീഷ്ണത കൈമോശം വന്നു പോയവർ, ഓ കർത്താവെ, ഇപ്പോൾ അത്ഭുത അഭിഷേകം പ്രാപിക്കട്ടെ. ക്ഷീണിതര ശക്തി പ്രാപിക്കട്ടെ. ദുർബല ബലം പ്രാപിക്കട്ടെ. ദൈവത്തിൻ്റെ ശക്തി പ്രവഹിക്കട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, സാത്താൻ ചങ്ങലക്കിട്ടിരിക്കുന്നവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ അത്ഭുത ശക്തിയാൽ ഇപ്പോൾ വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യരക്ഷ അപകടത്തിലായി ലോകത്തിന്റെ ബന്ധനങ്ങളിൽ അകപ്പെട്ട് കിടക്കുന്ന ദൈവമക്കളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ദൈവവചനം കേൾക്കാൻ പറ്റാത്ത വിധം അടഞ്ഞ ഹൃദയങ്ങൾ യേശുനാമത്തിൽ തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം. ഈ നിമിഷങ്ങളിൽ വചന ശുശ്രൂഷകൾക്കും ഈ വചന ശുശ്രൂഷ വഴി ദൈവജനം വിടുതൽ പ്രാപിക്കുന്നതിനും തടസ്സമുണ്ടാക്കുന്ന എല്ലാ ദുഷ്ടാത്മസേനകളെയും അന്ധകാര ശക്തികളെയും നസറേനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ ബന്ധിച്ച് നിർവീര്യമാക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹെബ്രായ ലേഖനം 9-ാം അധ്യായം 28-ാം തിരുലിഖിതം, അവൻ വീണ്ടും വരും, പാപപരിഹാരാർത്ഥമല്ല, തന്നെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. ഒരു ക്രിസ്തീയ പൈതലിൻ്റെ ഏറ്റവും ഉന്നതമായ പ്രത്യാശയാണ് എൻ്റെ യേശു വീണ്ടും വരും എന്നുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്തിൽ തിന്മയ്ക്ക് അടിമപ്പെട്ട് പാപമാർഗത്തിൽ പാപവെറിക്കൂത്തുകളിൽ മുഴുകി നശിച്ചു പോകുന്ന അനേകരെ പോലെ അല്ല വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ ജീവിതം. അവന് ഒരു പ്രത്യാശയുണ്ട്, അവന് ഒരു വിശ്വാസ സ്ഥൈര്യമുണ്ട്. എൻ്റെ യേശു ക്രിസ്തു എന്നെ കൊണ്ടുപോകുവാൻ അവൻ വീണ്ടും വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ നാം ഏറ്റെടുക്കുന്ന നമ്മുടെ വിശ്വാസത്തെ പ്രതി നാം ഏറ്റെടുക്കുന്ന ഓരോ കഷ്ടതയ്ക്കും പ്രതിഫലമുണ്ട്. ഒരു ദിവസം എൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ശുശ്രൂഷകൻ വളരെ സന്തോഷത്തോടു കൂടെ ഒരു കാര്യം എന്നോട് പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുകയാണ്. അച്ഛാ, വലിയ ശമ്പളത്തോടുകൂടെ അബുദാബിയിൽ എൻ്റെ ചേട്ടൻ എനിക്ക് വേണ്ടി ഒരു ജോലി ശരിയാക്കിയിട്ടുണ്ട്, വിസയും അയച്ചു തന്നിരിക്കുന്നു. ഇതാ ആ വിസ, ഞാൻ എന്ത് ചെയ്യും? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അച്ഛാ, അച്ഛൻ ഉത്തരം പറയണ്ട, ഞാൻ തന്നെ തീരുമാനമെടുത്തു കഴിഞ്ഞു. ഞാൻ ഈ വലിയ ശമ്പളവും ഈ ജോലിയും ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു.
എനിക്ക് എൻ്റെ കർത്താവിന് വേല ചെയ്യണം, എനിക്ക് എൻ്റെ കർത്താവിന് വേണ്ടി വേല ചെയ്യണം. ഈ ഭൂമിയിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു ചുരുങ്ങിയ ജീവിതം, ഈ കുഞ്ഞു ജീവിതം എൻ്റെ യേശു കർത്താവിൻ്റെ സാക്ഷിയായി, എൻ്റെ യേശു ക്രിസ്തുവിന് വേണ്ടി പാടി, എൻ്റെ യേശു ക്രിസ്തുവിനെ പ്രഘോഷിച്ച്, എൻ്റെ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷിയായി എൻ്റെ കർത്താവിന് വേണ്ടി എൻ്റെ ജീവിതം എനിക്ക് സമർപ്പിക്കണം. ആ പൈതൽ തൻ്റെ ജീവിതത്തെ കർത്താവിന് വേണ്ടി സമർപ്പിച്ച് ലോകത്തിൻ്റെ സുഖങ്ങളെ വേണ്ട എന്ന് വെക്കുന്ന ഒരു ധീരമായ ഒരു ചുവടുവെപ്പ് എടുക്കുന്നത് ഞാൻ കണ്ടു. ഹല്ലേലൂയ. ഞാൻ ആ ദൈവപൈതലിനോട് ചോദിച്ച്, എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ശമ്പളവും ഇത്രയും നല്ല സുഖം, നീ ഈ ജോലി മേടിച്ചാൽ നിനക്കും നിൻ്റെ ഭാര്യയ്ക്കും നിൻ്റെ കുട്ടികൾക്കും നിൻ്റെ കുടുംബത്തിനും നന്നായി ജീവിക്കാമല്ലോ, നല്ല സുഖത്തിൽ ജീവിക്കാമല്ലോ, നിനക്ക് നല്ല നല്ല വീട് വെക്കാമല്ലോ, നീ ഇങ്ങനെ സുവിശേഷ വേല ചെയ്താൽ നിനക്ക് ലോകത്തിൽ നിന്ന് പ്രതികരണമായിട്ട് കുറേ തിരസ്കരണം നിന്ദനമൊക്കെ ലഭിക്കുന്നത്, വലിയ അംഗീകാരം നിനക്ക് ലഭിക്കാൻ സാധ്യതയില്ലല്ലോ, മാത്രമല്ല സാമ്പത്തികമായി നിനക്ക് അത്ര ഉയർച്ച ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ, പിന്നെ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നീ എന്തുകൊണ്ടാണ് അബുദാബിയിൽ നിൻ്റെ ചേട്ടൻ നിനക്ക് വേണ്ടി ഒരുക്കിയ ജോലി നീ ഉപേക്ഷിച്ചത് എന്തുകൊണ്ടാണ് എന്ന് അവനോട് ചോദിച്ച് അവൻ പറഞ്ഞു, എൻ്റെ യേശു ക്രിസ്തു തരുന്ന പ്രതിഫലത്തോട് തുലനം ചെയ്യുമ്പോൾ ഈ ശമ്പളവും ഈ ജോലിയും ഞാൻ കാര്യമായി കണക്കാക്കുന്നില്ല. പ്രിയപ്പെട്ട മക്കളെ, ഈ ഭൂമിയിൽ വിശുദ്ധമായി ജീവിക്കാൻ ഒരു വ്യക്തിക്ക് കഴിയണമെങ്കിൽ സ്വർഗത്തിൽ യേശു ക്രിസ്തു നൽകുന്ന പ്രതിഫലത്തെ കുറിച്ച് തിരിച്ചറിവ് വേണം. നാം ഈ ഭൂമിക്ക് വേണ്ടിയുള്ളവരല്ല, നാം സ്വർഗത്തിന് വേണ്ടിയുള്ളവരത്രേ. ഹല്ലേലൂയ. അതാണ് ഹെബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ 14-ാമത് തിരുലിഖിതത്തിൽ നാം വായിക്കുന്നത്. എന്തെന്നാൽ ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല, വരാനിരിക്കുന്ന ഒരു നഗരത്തെയാണല്ലോ നാം നോക്കി പാർത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല, വരാനിരിക്കുന്ന ഒരു നഗരത്തെയാണല്ലോ നാം നോക്കി പാർത്തിരിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതല്ല നമ്മുടെ ശാശ്വത ഭവനം, ഇവിടെയല്ല നമ്മൾ സമ്പത്ത് കൂട്ടി വെക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെയല്ല നമ്മുടെ ശാശ്വത നിക്ഷേപം. നമ്മുടെ നിക്ഷേപം നാം കരുതി വെക്കേണ്ടത് സ്വർഗത്തിലാണ്. ഒരു ദിവസം മരിയ ഗൊരെത്തി എന്ന് പേരുള്ള ഒരു വിശുദ്ധിയുടെ ജീവചരിത്രത്തിൻ്റെ ഏതാനും പേജുകൾ വായിക്കാൻ ഇടവന്നു. ആ ജീവചരിത്രത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്. മരിയ ഗൊരെത്തിയെ അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരു ദുഷ്ടനായ മനുഷ്യൻ, പാപത്തിൻ്റെ അടിമത്തത്തിൽ ആണ്ടുപോയൊരു മനുഷ്യൻ നിഷ്കരുണം ആക്രമിച്ച് ആ മരിയ ഗൊരെത്തി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ജീവൻ അപകടത്തിലാക്കി. അങ്ങനെ മരണത്തിൻ്റെ വക്കത്തെത്തി കിടക്കുന്ന മരിയ ഗൊരെത്തി, മരണത്തിൻ്റെ തൊട്ട് വക്കത്തെത്തി മരിയ ഗൊരെത്തി കിടക്കുകയാണ്. അപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ, അന്ത്യകൂദാശ കൊടുക്കാൻ വൈദികൻ വന്നു. ഈശോയെ എഴുന്നള്ളിച്ചുകൊണ്ട് മരിയ ഗൊരെത്തി കിടക്കുന്ന ആ കിടക്കയിലേക്ക് വന്ന വൈദികൻ ചോദിച്ചു, ഇപ്പോൾ നീ ആരെയാണ് സ്വീകരിക്കുന്നത് എന്ന് നിനക്ക് അറിയാമോ? ഉടനെ മരിയ ഗൊരെത്തി ശാന്തയായി സുസ്മേരവദനയായി മരിയ ഗൊരെത്തി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ ദിവ്യകാരുണ്യ രൂപത്തിലും ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം മുഖാഭിമുഖവും ഞാൻ കാണുന്ന യേശു ക്രിസ്തുവിനെയാണ് ഞാൻ സ്വീകരിക്കുന്നത്. ആ കുർബാന സ്വീകരിച്ച് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മരിയ ഗൊരെത്തി മരിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, അവളുടെ മനസ്സിൽ വലിയൊരു പ്രത്യാശയുണ്ടായിരുന്നു. എൻ്റെ യേശു ക്രിസ്തുവിനെ എനിക്ക് മുഖാഭിമുഖം കാണണം, എൻ്റെ യേശു ക്രിസ്തു എന്നെ സ്വീകരിക്കും, എൻ്റെ യേശു ക്രിസ്തുവിന് യോഗ്യമായി ജീവിക്കണം. അതിനുവേണ്ടി ഈ ഭൂമിയിലുള്ള ഏത് വേദനയും ഏത് പീഡനവും ഏത് ബുദ്ധിമുട്ടും ഏറ്റെടുക്കാനുള്ള മനസ്ഥൈര്യം മരിയ ഗൊരെത്തിക്ക് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അവൾ ഈ ഭൂമിയിലുള്ള നിക്ഷേപത്തെ അല്ല കാര്യമായി കണക്കാക്കിയത്, ഈ ഭൂമിയിലുള്ള ജീവിതത്തെ അല്ല അവൾ കാര്യമായി കണക്കാക്കിയത്. അവൾ കണക്കാക്കിയതോ സ്വർഗത്തിൽ പ്രിയനോട് ചേർന്ന്, സ്വർഗത്തിൽ യേശുവിനോട് ചേർന്ന് യുഗമുള്ള ജീവിതത്തെ അവൾ വിലയുള്ളതായി കണക്കാക്കി, അവൾ കാര്യമായി എണ്ണി. അതുകൊണ്ട് ഈ ലോകത്തിലുള്ള നഷ്ടങ്ങൾ ഏറ്റെടുക്കാൻ അവൾക്ക് ധൈര്യമുണ്ടായി. ഈ ലോകത്തിൽ നഷ്ടപ്പെടുത്തുന്നത് തൻ്റെ ശരീരം, തൻ്റെ സുഖം, തൻ്റെ ജീവൻ, തൻ്റെ ഈ ഭൂമിയിലുള്ള ജീവിതം നഷ്ടപ്പെടുത്തുന്നത് വിലയുള്ളതായി കണക്കാക്കാൻ തക്കവണ്ണം സ്വർഗത്തെക്കുറിച്ചുള്ള പ്രത്യാശ കൊണ്ട് അവളുടെ ഹൃദയം നിറഞ്ഞിരുന്നു. ഹല്ലേലൂയ. എന്നാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് അനേകരുടെ സ്ഥിതി എന്താണ്? ഫിലിപ്പിയ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്ന ഇങ്ങനെയാണ്: പലരും ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ശത്രുക്കളായി ജീവിക്കുന്നുവെന്ന് പലപ്പോഴും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് കണ്ണുനീരോടെ ആവർത്തിക്കുന്നു. ഇന്ന് അനേകം വ്യക്തികൾ സ്വന്തം ജഡത്തിൽ ദൈവത്തോട് ശത്രുതയിൽ ഇരിക്കുന്നു, സ്വന്തം ജഡത്തിന് തോന്നിയതുപോലെ ജീവിക്കുന്നു. പ്രാർത്ഥന ഉപേക്ഷിക്കാൻ തോന്നുമ്പോൾ പ്രാർത്ഥന ഉപേക്ഷിക്കുന്നു, ദേവാലയ കർമ്മങ്ങൾക്ക് പോകണ്ടെന്ന് തോന്നുമ്പോൾ ദേവാലയത്തിൽ പോകുന്നില്ല, വിശുദ്ധി വേണ്ടാന്ന് തോന്നുമ്പോൾ വിശുദ്ധി ഉപേക്ഷിക്കുന്നു. സ്വന്തം ജഡത്തിൻ്റെ ഇച്ഛകൾക്കനുസരിച്ച് മനസ്സിൻ്റെ അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് അവർ ജഡപ്രകാരം ഇരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്വന്തം ജഡത്തിൻ്റെ ഇച്ഛകൾ പ്രകാരം ജീവിക്കുന്ന ഓരോരുത്തരും ദൈവത്തോട് ശത്രുതയിലിരിക്കുന്നുവെന്ന് റോമാലേഖനം 8-ാം അധ്യായം 7-ഉം 8-ഉം തിരുലിഖിതങ്ങളിൽ നാം വായിക്കുന്നു.
ജഡിക പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോസ്തലൻ പഠിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വലിയ ഒരു വാഗ്ദത്തം ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 20-21 വാക്യങ്ങളിലുണ്ട്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്നൊരു രക്ഷകനെ, കർത്താവായ യേശു ക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 20-21 വാക്യങ്ങൾ. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്നൊരു രക്ഷകനെ, കർത്താവായ യേശു ക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു. ഈ അടുത്ത കാലത്ത് അച്ഛൻ്റെ സുവിശേഷ ശുശ്രൂഷകളിൽ സഹപ്രവർത്തകയായ ഒരു സഹോദരി വിളിച്ച് സന്തോഷകരമായ ഒരു കാര്യം പറഞ്ഞു. ആ സഹോദരി പറഞ്ഞു, അച്ഛാ, എൻ്റെ അമ്മ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മനസ്സ് തുറന്ന് ചിരിച്ച്. എൻ്റെ അമ്മ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പിടിവാശി ഉപേക്ഷിച്ച്. ഞാൻ ചോദിച്ചു, എന്ത് പിടിവാശിയായിരുന്നു? ആ സഹോദരി പറഞ്ഞു, എൻ്റെ അമ്മ വീട് വിട്ട് ഒരു സ്ഥലത്തും പോവില്ല എന്ന് നിർബന്ധ ബുദ്ധിക്കാരിയായിരുന്നു. അമ്മ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നിരിക്കുന്ന ഈ വീട്ടിൽ വെച്ചാണ്. എൻ്റെ ഭർത്താവ് മരിച്ചതും ഈ വീട്ടിൽ വെച്ചാണ്. അതുകൊണ്ട് ഈ വാർദ്ധക്യത്തിൽ ഈ വീട് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയില്ല. എന്നാൽ ധ്യാനം കൂടി, ദൈവവചനം കേട്ട്, അഭിഷേകം പ്രാപിച്ച്, പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ അമ്മ ഇങ്ങനെ പറഞ്ഞത് കേട്ടു, ഈ വീട് എന്ത് വീടാണ്? നമ്മുടെ വീട് സത്യത്തിൽ ഇവിടെ അല്ലല്ലോ. നമ്മുടെ യഥാർത്ഥ വീട് സ്വർഗത്തിലാണല്ലോ. ഈ ലോകത്തുള്ള വസ്തുക്കൾ നമ്മളെ അടിമപ്പെടുത്താൻ പാടില്ലല്ലോ. ആ അമ്മ സ്വന്തം വീടിനുള്ള അറ്റാച്ച്മെൻറ്റ് ഉപേക്ഷിച്ച്, സ്വന്തം വീടിനുള്ള പ്രത്യേക മമത ഉപേക്ഷിച്ചിട്ട് പറഞ്ഞു, ഇനി ഞാൻ ഈ ലോകത്തിലെ വീടിനെ അല്ല സ്നേഹിക്കുന്നത്, ഇനി ഞാൻ എൻ്റെ സ്വർഗത്തിലുള്ള വീടിനെയാണ് സ്നേഹിക്കുന്നത്. അതുകൊണ്ട് കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ആലോചിച്ച് ആ അമ്മയ്ക്ക് വേണ്ടി ക്രമീകരിച്ച ക്രമീകരണത്തെ അമ്മ സന്തോഷത്തോടെ സ്വീകരിച്ച് ആ അമ്മ പ്രാർത്ഥനാ പുസ്തകവും ബൈബിളും കൊന്തയും എടുത്ത് ഒരു പ്രത്യേക തരത്തിലുള്ള അവരുടെ കുടുംബാംഗങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ച് ക്രമീകരിച്ച ആ ക്രമീകരണത്തിലേക്ക് പോയ കാര്യം ആ കുടുംബാംഗങ്ങൾ സന്തോഷത്തോടെ പങ്കുവെച്ച് ഓർമ്മിക്കുകയാണ്. അതുവരെ ആ അമ്മയെ സംബന്ധിച്ച് അമ്മയുടെ വിഗ്രഹം ആ ഭവനമായിരുന്നു. 10-40 വർഷം താമസിച്ച വീട്, 10-40 വർഷം ജീവിച്ച ഭവനം, അവിടെ ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്ന ഭവനം. ആ വീട് വിട്ട് ഇറങ്ങുകയില്ല എന്ന് ആ അമ്മ എപ്പോഴും നിർബന്ധം പറഞ്ഞിരുന്നു. എന്നാൽ വചനം കേട്ടപ്പോൾ, ആത്മാവിനെ സ്വീകരിച്ചപ്പോൾ ആ അമ്മയ്ക്ക് വലിയൊരു തിരിച്ചറിവുണ്ടായി. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമ്മുടെ യഥാർത്ഥ ഭവനം സ്വർഗമാണ്. അവിടെയാണ് നമ്മുടെ നിക്ഷേപം വേണ്ടത്. ഈ ഭൂമിയുള്ള വസ്തുക്കൾ നമ്മൾ അമിതമായി സ്നേഹിക്കരുത്. ഈ ഭൂമിയുള്ള വസ്തുക്കൾ അമിതമായ അറ്റാച്ച്മെൻറ്റ് എൻ്റെ സ്വർഗത്തിലുള്ള നിത്യ പൗരത്വത്തിന് തടസ്സമാണ്. ആ അമ്മ ദൈവവചനം കേട്ടപ്പോൾ ദൈവവചന പ്രകാരം തൻ്റെ ആത്മാവിനെ യേശു ക്രിസ്തുവിന് വേണ്ടി ഒരുക്കാൻ ഈ ഭൂമിയോടുള്ള അറ്റാച്ച്മെൻറ്റ് ഉപേക്ഷിച്ച്, ഈ ഭൂമിയിലുള്ള വസ്തുക്കളുള്ള അറ്റാച്ച്മെൻറ്റ് ഉപേക്ഷിച്ച്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഭൂമിയിൽ ഏതെങ്കിലും വസ്തുവിനോടോ ഏതെങ്കിലും വ്യക്തിയോടോ ഏതെങ്കിലും കാര്യങ്ങളോടോ നമ്മുടെ മനസ്സ് അടിമയായിരിക്കുന്നുവെങ്കിൽ അവൻ സ്വർഗത്തിലുള്ള നിത്യ നിക്ഷേപത്തെയാണ് നശിപ്പിച്ച് കളയുന്നത് എന്ന് തിരിച്ചറിവ് വേണം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിശുദ്ധ ലിഖിതത്തിൽ ദൈവത്തിൻ്റെ വചനം ദൈവമക്കളെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു പ്രബോധനം ലൂക്കായുടെ സുവിശേഷത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവമക്കളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം അതിൽ 34 മുതലുള്ള വാക്യങ്ങൾ. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവരുടെ മേലും നിബന്ധിക്കുന്ന ഒരു ദിവസമുണ്ട്, മരണത്തിൻ്റെ ദിവസം. ഈ ഭൂമിയുള്ള എല്ലാവരുടെ മേലും മാറ്റമില്ലാതെ എല്ലാവരും അഭിമുഖീകരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് മരണം. അന്ന് യേശുക്രിസ്തു നമ്മളെ എതിരേൽക്കാൻ യേശുക്രിസ്തു വരണമെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ ലോകത്തുള്ള അറ്റാച്ച്മെന്റ് വിട്ട്, ഈ ലോകത്തുള്ള മമത വിട്ട് സ്വർഗത്തിൽ നിക്ഷേപങ്ങളെ കരുതുന്നവരാകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് തിരുവചനങ്ങളോടെ നമ്മളോട് ഉത്ബോധിപ്പിക്കുകയാണ്. ദൈവം വ്യക്തമായി നൽകിയിട്ടുള്ള വാഗ്ദത്തമാണ്. അവിടുന്ന് തൻ്റെ പ്രിയരെ സ്വീകരിക്കാൻ അവിടുന്ന് ഈ ലോകത്തിലേക്ക് വരും. തന്നെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് ഈ ലോകത്തിലേക്ക് വീണ്ടും വരും എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ അതിനെക്കുറിച്ച് നാം വായിക്കുന്ന പ്രകാരമാണ്. വലിയ കാഹളധ്വനികളോടുകൂടെ അവിടുന്ന് തൻ്റെ ദൂതന്മാരെ അയക്കും. ദൂതന്മാർ വന്ന് ഭൂമിയുടെ തെക്ക് നിന്നും വടക്ക് നിന്നും കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അവന് വേണ്ടിയുള്ളവരെ, തെരഞ്ഞെടുക്കപ്പെട്ടവരെ ശേഖരിക്കും. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 41, 42, 43 വാക്യങ്ങൾ വചനം പഠിപ്പിക്കുന്നു. മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ അയക്കുകയും അവർ അവൻ്റെ രാജ്യത്ത് നിന്ന് എല്ലാ പാപഹേതുക്കളെയും തിന്മ പ്രവർത്തിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടി അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും.
അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്ത് സൂര്യനെ പോലെ പ്രശോഭിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കൊരു രാജ്യമുണ്ട്, നമുക്കൊരു ഭവനമുണ്ട്. അവിടെ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നിത്യ കൂടാരങ്ങളെ ഒരുക്കിയിരിക്കുന്നു. അവിടെ പിതാവിൻ്റെ രാജ്യത്തിൽ എന്നും സൂര്യനെ പോലെ പ്രശോഭിക്കാൻ നീ ആഗ്രഹിക്കുന്നുവോ? പിതാവിൻ്റെ രാജ്യത്തിൽ പിതാവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന ജീവന്റെ കിരീടം ധരിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? എങ്കിൽ ഈ ലോകത്തിൽ ദൈവഭക്തി ജീവിക്കണം. ഈ ലോകത്തിൽ തോന്നിയാസ ജീവിതം ഉപേക്ഷിക്കണം. തിന്മയിലുള്ള മാർഗങ്ങളിലുള്ള നടപ്പ് നാം വേണ്ടെന്ന് വെക്കണം. ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്രമപ്പെടുത്തണം. വെറുപ്പും വൈരാഗ്യം നമ്മൾ ഉപേക്ഷിക്കണം. ദേവാലയ കർമ്മങ്ങളിൽ നമ്മൾ പങ്കെടുക്കണം. ബൈബിൾ വായിക്കണം. വിശുദ്ധ ജീവിതത്തെ മാനിക്കണം. വിശുദ്ധ ജീവിതം വിലയുള്ളതായി കണക്കാക്കണം. മാതാപിതാക്കൾ, പൂർവികർ, നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ പിതാമഹന്മാർ നമുക്ക് നൽകിയിട്ടുള്ള ആത്മീയ വഴികളിലേക്ക് നാം പിന്തിരിയണം. ഇത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഏസാവിനെ പോലെ തൻ്റെ കടിഞ്ഞൂൽപുത്രാവകാശം ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി വിറ്റ് കളഞ്ഞ ഏസാവിനെ പോലെ നാം ആരും അസന്മാർഗികളോ ദുർമാർഗികളോ ആകാതിരിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിവേകമെന്ന കൃപ, നിത്യതയെയും അനിശ്ചിതത്വത്തെയും അനശ്വരതയെയും നശ്വരതയും തിരിച്ചറിയാനുള്ള കൃപ, വ്യർത്ഥതയെയും നിത്യതയെയും തിരിച്ചറിയാനുള്ള കൃപ ഓരോ മകൻ്റെ മേലും മകളുടെ മേലും നൽകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ നിമിഷങ്ങളിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേലും ഈ വചനം കേൾക്കാൻ ആഗ്രഹിച്ചിട്ട് അത് സാധിക്കാതെ പോയവരുടെ മേലും ഇപ്പോൾ അത്ഭുത അഭിഷേകമായി വ്യാപരിക്കണമേ. വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ട് ഈ ലോകത്തിന് വേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് സ്വർഗത്തിൽ എനിക്ക് വേണ്ടി എന്ത് നിക്ഷേപമുണ്ട് എന്നൊന്ന് ചിന്തിക്കാനുള്ള ഒരു തിരിച്ചറിവ് ഈ നിമിഷം ദാനമായി നൽകണമേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വ്യർത്ഥതയിൽ നിന്ന് നിത്യതയിലേക്ക് ദൃഷ്ടി ഉയർത്തുവാനുള്ള അത്ഭുത കൃപ ഇപ്പോൾ ഹൃദയങ്ങളിലേക്ക് നിക്ഷേപിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാത്താൻ തൻ്റെ ഇഷ്ട നിർവഹണത്തിന് വേണ്ടി ബന്ധിച്ചിട്ടിരിക്കുന്നവരെ ഈ നിമിഷം യേശുവിന്റെ നാമത്തിൽ അഴിച്ചുവിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹെബ്രായ ലേഖനം 9-ാം അധ്യായം 28-ാം വാക്യം. അവൻ വീണ്ടും വരും. പാപപരിഹാരമർത്ഥമല്ല, തന്നെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. ഞാൻ എൻ്റെ യേശുവിനെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലെ നിത്യജീവിതത്തെക്കുറിച്ച് വെളിപ്പെടുത്തി തന്നവനായ കർത്താവ് ദിവ്യകാരുണ്യ രൂപനായി ഈ നിമിഷങ്ങളിൽ തൻ്റെ പ്രിയപ്പെട്ട മക്കളെയും കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും സമൂഹങ്ങളെയും അനുഗ്രഹിക്കുകയാണ്. ഇപ്പോൾ 2 കരങ്ങളും കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തുക. ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും കെട്ടുപാടുകളിൽ അവിഞ്ഞു കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഓ ദൈവമേ, എത്ര കിട്ടിയാലും മതി വരാത്ത സ്വർണത്തിനും വെള്ളിക്കും വേണ്ടി അധ്വാനിക്കുന്നത് വിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആത്മാവിൻ്റെ നിത്യതയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നതൊരു തിരിച്ചറിവ് ഇപ്പോൾ പ്രദാനം ചെയ്യണമേ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 12-13 തിരുലിഖിതങ്ങൾ. ഞാൻ അടുത്തായിരുന്നപ്പോൾ എന്ന പോലെ തന്നെ അകലെയായിരിക്കുന്ന ഈ സമയത്തും അത്യധികം ഭയത്തോടും വിറയലോടും കൂടെ സ്വന്തം ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവിൻ. എന്തെന്നാൽ തൻ്റെ അഭീഷ്ടമനുസരിച്ച് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും നിങ്ങളെ ഉത്തേജിപ്പിക്കും ദൈവമാണ്. സ്വന്തം ആത്മാവിൻ്റെ നിത്യതയ്ക്ക് വേണ്ടി അത്യന്തികം ഭയത്തോടും വിറയലോടും കൂടെ അധ്വാനിക്കുവിൻ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയരട്ടെ. യെശയ്യായുടെ പുസ്തകം 29-ാം അധ്യായത്തിൽ 24-ാം തിരുലിഖിതം. തെറ്റിലേക്ക് വഴുതിപ്പോയവർ നീതിമാന്മാരുടെ വേഗത്തിലേക്ക് മടങ്ങി വരും. പിറുപിറുത്തിരുന്നവർ ഉപദേശം സ്വീകരിക്കും. ഈ നിമിഷങ്ങളിൽ 2 കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കുക. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. ഓ കർത്താവേ, നിത്യതയ്ക്ക് വേണ്ടി അധ്വാനിക്കാനുള്ള ദൈവിക കൃപ എല്ലാ കുടുംബങ്ങൾക്കും പ്രദാനം ചെയ്യണമേ. ഈ ലോകത്തിലെ വെറുപ്പ്, ഈ ലോകത്തിൻ്റെ കെട്ടുപാടുകൾ, ഈ ലോകത്തിൻ്റെ തിന്മയുടെ കൂട്ടുകെട്ടുകൾ, ഈ ലോക സുഖങ്ങൾക്ക് വേണ്ടിയുള്ള മോഹങ്ങൾ എല്ലാം കർത്താവെ ഈ നിമിഷങ്ങളിൽ ഹൃദയങ്ങളിൽ നിന്ന് അഴിച്ചു വിടുവിക്കണമേ കർത്താവെ. എല്ലാ ഹൃദയങ്ങളെയും ആത്മീയ കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള അഭിഷേകം നൽകി ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ കിടക്കുന്ന ഹൃദയങ്ങളെ ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജഡിക പാപങ്ങളെ യേശുനാമത്തിൽ ശാസിക്കുന്നു. മദ്യപാന ദുരാസക്തിയെ യേശുനാമത്തിൽ ശാസിക്കുന്നു. പലതരത്തിലുള്ള കഠിനമായ അന്ധകാര പ്രവൃത്തികളെ, 1-ാം പ്രമാണ ലംഘനത്തിൻ്റെ അരൂപികളെ നസറേനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. വിട്ടൊഴിഞ്ഞു പോകട്ടെ.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ ദൈവമക്കളെ ആരെങ്കിലും പാപത്തിന്റെ നിത്യബന്ധനത്തിൽ അകപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ ശക്തി അയച്ച് വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു. വിടുതലുണ്ടാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കഠിനമായ വൈരാഗ്യത്തിന്റെ വെറുപ്പിന്റെയും കെട്ടുകൾ യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിരീശ്വര ചിന്തയുടെ കെട്ടുകൾ യേശുനാമത്തിൽ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. പിന്നെ ക്ലാരമ്മ, ഞങ്ങൾ കരിങ്കുന്നത്തുനിന്ന് വരുന്നു. അപ്പം ഞങ്ങൾ കഴിഞ്ഞ ഡിസംബറിൽ എൻ്റെ മോന് ഇംഗ്ലണ്ടിൽ വെച്ചൊരു പനി ഉണ്ടായി. ആ പനിക്ക് പനി വന്ന് കൂടി അവനിങ്ങനെ ഒരു 5 കൂതാശ വരെയും കൊടുത്ത് വെങ്കളേറ്റിൽ 28 ദിവസം കിടന്നു. അപ്പം ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പിന്നെ ഞങ്ങൾ എല്ലാ ഞായറാഴ്ചത്തെയും പ്രാർത്ഥനയിൽ ഞായറാഴ്ചത്തെ അഭിഷേകത്തിന് പ്രോഗ്രാമിന്റെ കാര്യം പറയണത് അത് പ്രാർത്ഥിച്ച് അപ്പം അവന് സുഖം കിട്ടി. കഴിഞ്ഞ മാസത്തിൽ വീട്ടിൽ വന്നു. അന്നേരം എല്ലാം മൂത്രം പോകണമെങ്കിൽ ട്യൂബ് വേണം. എപ്പം മൂത്രം പോകണോ അന്നേരം എല്ലാം ട്യൂബ് ഉപയോഗിക്കുക. അപ്പം ഇന്നലെ വിളിച്ചപ്പം പറഞ്ഞു പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് എൻ്റെ ട്യൂബ് എല്ലാം എടുത്തു, മൂത്രം തന്നെ പോകാൻ തുടങ്ങി. ഇപ്പം സൗഖ്യപ്പെട്ടു. ഇവർക്ക് മകൻ്റെ കഠിനമായ രോഗപീഠ വന്നപ്പോൾ 28 ദിവസം വെന്റിലേറ്റർ കിടന്നിട്ട് അങ്ങോട്ടാണ് ഇങ്ങോട്ടാണെന്ന് ഉത്തരയില്ല. അങ്ങനെ അസന്നിഗ്ധാവസ്ഥ കടന്നപ്പോൾ ഇവർ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ചു എന്ന് മാത്രമല്ല, താമസിച്ച ധ്യാനം കൂടിയോ അഭിഷേകാഗ്നി പ്രോഗ്രാം ഇതിൽ നിങ്ങൾ പ്രാർത്ഥിച്ചത് ഇവിടെ വന്നോ അല്ലെങ്കിൽ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ പ്രാർത്ഥിച്ചു? ആദ്യ വെള്ളിയാഴ്ച ഇവിടെ വന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു. രണ്ടാമത് എല്ലാ ഞായറാഴ്ച അഭിഷേകാഗ്നി പ്രോഗ്രാം അങ്ങോട്ട് തുടങ്ങിയാൽ ഇവർ ഈ മകന് വേണ്ടി കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിക്കും. അതിൻ്റെ ഫലമായി വെന്റിലേറ്ററിൽ നിന്ന് കർത്താവ് പെട്ടെന്ന് റിക്കവറി കൊടുത്ത് മോനെ ആശുപത്രിയിൽ നിന്ന് പുറത്താക്കി നാട്ടിൽ കൊടുന്നു. തിരിച്ചുപോയി. ഇപ്പോൾ പിന്നെ മൂത്രത്തിന് പോകാൻ തടസ്സം ഉണ്ടായിരുന്നു, അതൊക്കെ മാറി ഇപ്പോൾ നല്ല സൗഖ്യത്തിൽ ഇരിക്കുന്നു. ജോലിക്ക് പോകാൻ തുടങ്ങി, സന്തോഷത്തിൽ തന്നെ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതിന് നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടി ഈ താമസിച്ച ധ്യാനം കൂടി ഈശോയെ മഹത്വപ്പെടുത്താൻ ഇവർ രണ്ടുപേരും കൂടെ കരിങ്കുന്നത്തുനിന്ന് കർത്താവിൻ്റെ ആലയത്തിലേക്ക് എത്തിച്ചേർന്നു. നന്നായിട്ട് കൈയടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് ഇസ്രായേൽ പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് ഇസ്രായേൽ പറയട്ടെ. ശക്തിയോടെ അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് ഇസ്രായേൽ പറയട്ടെ.